കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമനാരായണ 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 ഹരേ. രമ രമ രമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ രാമ കഥാമൃതപാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. സരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം. ഇത്തമാകർണ്യകിളിമകൾ ചൊല്ലിനാൽ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിന ചന്ദ്രാനനെ ചെവിതന്നു മുത രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്താദരാൽ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയോ. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വദാത്മജൻ പരിപാലിച്ചതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാതി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും
പുനരാമയം തിരുമാറാസു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതോ രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുള്ളു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മനസ്സേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലിവർ. വാരിധിയെ കടപ്പാനുപായം വാർക്കാൻ നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ, ലങ്കേശനും മരിച്ചാരെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ, നിൻ തിരുമുമ്പിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്ക ജലനിധിയെ, അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ. സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം, വല്ല കണക്കിലുമുണ്ടാം ജയന്തവ. നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയുന്നിതമിത്ര പുത്രോക്തികളഥിത്തമാകർണ്യ കാകുൽസ്ഥനോ തൽക്ഷണേ. മുമ്പിലാവാറു തൊഴുതു നിൽക്കുവായോ സംഭവനോടു ചോദിച്ചരുളിടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കവീനമെന്നോടറിയിക്ക് നീ. കോട്ടമതിൽ കിടങ്ങിന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിന്മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലയാത് ജനങ്ങൾക്കു കാണാം. കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന. പുത്തൻ കനകമതിലിതിൻ ചുറ്റുമേ ഗോപുരം. നാലു ദിക്കിങ്കിലുമുണ്ടതി ശോഭിതമായ 17 നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ. 7നും 4 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപാല പങ്ക്തിയും. അണ്ടർകോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുള്ളു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാട്ടുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4നുമുള്ളതിൽ അർദ്ധമുണ്ട് ഉഗ്രതയോടു നടുകത്തിടുവർ. അന്തപുരം കാപ്പതിനുണ്ടുമത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം. ആടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാര ഭേദമാതങ്കാഭം
പറയാവല്ലനന്ദനും തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനാൽ അങ്കുലിയും കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങി കൊണ്ടടയാള വാക്യവും കേട്ടുവിട വഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടി. പിന്നെ കുറഞ്ഞോരവിവേകം ആരാമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകനക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൽ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയിക്കലെ ദശമുഖനെ കണ്ടു ചൊല്ലിനേ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്ന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചെല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വലധിക്കഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസാപുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനു ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടുമിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക സുനാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരുവിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഘേന ലങ്കാപുരിക്കുശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന ഹുംഹൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ പങ്കജനേത്രയെ കൊണ്ട് പോരാം വിഭോ പങ്കജനേത്ര പരം പൂരുഷ പ്രഭോ. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമം മൂലം ഹതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാവാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിന്റെ സുമിത്രാത്മജനങ്കദോപരി സുഗ്രീവനെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ
ബലിശൂലി സമാനനം മൈന്ദൻ വിവിധനും പങ്കജ സംഭവസൂനു സുഷേണനു തുങ്കൽ നടനു ശതബലി താരനു ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടെ പുറപ്പെടുകേതുമേ വൈകരതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയോ രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതിപരമാസ്ഥയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വർദ്ധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയുമോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലു ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കുമഹേന്ദ്രാചലാന്തികേ മേവിനാർ. മാരുതി തന്നുട കണ്ട ദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ടമർന്നു സൗമിത്രിയും പാരിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നുടെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാച്ചു നാം വാരയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാർ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മനസ്സേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നതരംഗാഢ്യമഗാധമിതുത്തരണം ചെയ്വതേ നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളോ മന്ദബുദ്ധ്യ രാമപാർശ്വേ മരുവിനാൽ ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൽ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനു. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവൽ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ
സംപ്രസാദത്തിങ്കലില്ലരണ്ടേതുമേ സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ ബുധന്മാരുടെ മധുമധും അക്കഥ നിൽക്കഥ ശരഥപുത്രനും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോടു മന്ത്രനികേതനം ബുക്കിരുന്നിടിനാൾ ആതിഥേയാസുരേന്ദ്രാദികൾക്കു വരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതെ ഇരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടു വന്നകം പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കപികുലസേനയും രാമനുമബ്ദിതന്നുത്തരതീരെ മരുവുന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്കു നിങ്ങളൂ മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനെയും അമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ ദധമവുമിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചുത്തമം പിന്നെ രണ്ടാമതു മധ്യവും ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തിരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതീനൈകമത്യമായേവനുമുള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമെതെന്നിയേ ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞിർഷയ കാലുഷ്യചേതസാ കൽപ്പിച്ചു മുടങ്ങാതെ കാലവും ദീർഘമായിടും പരസ്പരം നിന്ദയും പൂണ്ടുപിരിയുന്ന മന്ത്രമോ നിത്യമായുള്ളോ നധമമെത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ
നന്നെത്രയും ഓർത്തോളമുള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തോ ഭവിച്ചതു മനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിരിക്ഷിപ്യവത്തേന സത്വരം. വിശ്രുതയായോരോ കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാഥനതോർക്ക നീ. വിത്തേശനെ പുരയുദ്ധമധ്യേ ഭവൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതു അത്ഭുതമെത്രയോ ഓർത്തോ കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ? കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവും. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവൻ. മറ്റുള്ള ദേവകളെ പറയണമോ? പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവൻ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലണമോ? കൈലാസശൈലമിളക്കിയെടുത്തുടനാലോലമാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ? മൂലമുണ്ടോ വിഷാദിപ്പം മനസ്സിതേ? ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നപേക്ഷിക്ക കാരണാലേതുമോ രാമ ആയമെന്നിയെ പോയിക്കൊണ്ടതും അവൾ. ഞങ്ങളാരാനുമറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൽ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാൽ മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മനസ്സേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതു വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കതു ഉൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നക്തഞ്ചരവരരിത്തം പറഞ്ഞളവുൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനു. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർനൂഢമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസ്യനു. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിലാഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി.
രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ മോഹീനനാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടാം നല്ലതല്ലേതുമെനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവാൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലിതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റാജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം ഞാനിതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മനസ്സേ ഖേദമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചിതാഹന്ത സാധിച്ചു കൊള്ളുക നീ ഇന്ദ്രിയങ്ങൾക്കു വചനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൾ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കിനാൽ ആശു വരുവനനുജ്ഞയെ ചെയ്യിലെന്ന ചരാധീശ്വരനോടു ചൊല്ലിടിന അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനൽ തന്നരികത്തിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യോ വിഭീഷണൻ രാക്ഷസാധീശ്വര വീരദശാനനം കേൾക്കേണമെന്നുടെ വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനു സുപ്തഗ്നയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനു മാമല്ലവനോടെടോ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മനസേ ശ്രീരാമനായതു മാനുഷനല്ല കേളാരം നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ
വൈവസ്വതനും നിരൃതിയുമല്ല, കേൾഭാചയുമല്ല, ജഗൽ പ്രാണനല്ല, വിത്തേശനുമല്ല, അവനീശനുമല്ല, വേധാവുമല്ല, ഭുജംഗാധിപനുമല്ല, ആദിത്യ രുദ്രവസുക്കളുമല്ലവൻ, സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷദൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ, മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവൻ, പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ, ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിന, കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ, അസുരാംശമാകിയ അന്നസുരരെയൊക്കെയൊടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടൂ, സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതോ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവാൻ, സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ, കരുണാകരൻ കേവലൻ, ഭക്തിപ്രിയൻ പരമൻ പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ, ആശ്രിതവത്സലൻ അംബുജലോചനൻ, ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ, ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊൽക മടിയാതെ. മൈഥിലീ ദേവിയെ കൊണ്ട കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക, കൈതൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയ, ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ, തൻ പദം നൽകിയിടുമേവനു, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും, കാടകം ബുക്ക നേരത്തതിബാലകൻ, താടകയെ കൊല ചെയ്താനൊരും റമ്പിനാൽ, കൗശികൻ തന്നുടയാകരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ, തൃക്കാലടി വെച്ചു കല്ലാമകല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ, ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ, മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം, പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും, ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ, അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണു ജനേത്രയെ കണ്ടു പറഞ്ഞുടൻ, വന്യകുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും, ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ, നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ, തന്വങ്കി തന്നെ കൊടുക്കമടിയാതെ, നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ, കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ, ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ, പിൽപ്പാടും നാടും നഗരവും സേനയും
തൽപ്രാണനും നശിച്ചിടുമരക്ഷണൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ. ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരും നേരമമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി. താരാർ മകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാലാരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതും ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു വിണങ്ങല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തം ജരാധിപനായ ദശാസ്യനു ക്രുദ്ധനായി സോദരനോടു ചൊല്ലിടിന. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന. ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാസു നീ. വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാനയമിത്രഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കലുറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാനഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാനേരമാപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും രാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകാകിലോ മമ ചന്ദ്രഹാസത്തിനെ കാന്ത ഭോജനമായി വരുന്നിയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ ദാതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പാനാവതല്ല മധു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകുരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ
കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായ അഞ്ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണ ശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ ഐമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം.